സിനിമയ്ക്കകത്ത് രാഷ്ട്രീയമോ മതമോ പിന്നെ വർണ്ണ വിവേചനവും ഒന്നും പാടില്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഒരു കൂടെ കീഴിൽ ഒരുമിച്ചിരുന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന. അതെ, കുടുംബസമേതം. പക്ഷെ കുടുംബസമേതം കാണാൻ വരുമ്പോൾ ചില സീനുകൾ കുടുംബത്തിന് യോജിക്കാത്ത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അതിനകത്ത് ഉൾപ്പെടുത്താതിരിക്കാനൊക്കെയുള്ള സംവിധായകൻ വിവേചനാധികാരം അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. ശരിക്കും ഇത് അങ്ങനെ ചെയ്തതിന് ആർക്കാണ് ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ടത്? പൃഥ്വിരാജ് കുമാറിനല്ലേ? അതെ, പൃഥ്വിരാജ് കുമാറിന് തന്നെയാണ് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കാര്യങ്ങൾ. അതായത് സംവിധാനത്തിന് പൃഥ്വിരാജ് കുമാരൻ വലിയ സംവിധാനം ആണെന്ന് നമുക്ക് ഒറ്റ പടത്തിലൂടെ തെളിയിച്ച് ലൂസിഫറിലൂടെ ഒറ്റ പടത്തിലൂടെ പൃഥ്വിരാജ് കുമാറിന്റെ സംവിധാന മികവ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടായി. അതെ, അത് ഒരു കേരള ലെവലിലാണെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ പാൻ വേൾഡ് ലെവലിലേക്ക് വന്നു. ശരിക്കും ഇത് വേൾഡ് സിനിമയിലെ ഏറ്റവും വലിയൊരു വേൾഡ് സിനിമയിൽ വെച്ച് വലിയൊരു പൊൻതൂവലാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മഹാനായ ഡയറക്ടർ നൽകിയിരിക്കുന്നത്. അതെ, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഇപ്പൊ ഒരു പാൻ വേൾഡ് ലെവലിലേക്ക് ഉയർന്നു. ഇതിനകത്ത് ചിലവരൊക്കെ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനൊക്കെ നോക്കിയെങ്കിൽ മതപരമായിട്ടൊക്കെ ഡീഗ്രേഡ് നോക്കി പോലും പൃഥ്വിരാജിന്റെ കഴിവുകൾക്കൊന്നും ഒരു കോട്ടവും സംഭവിക്കാൻ പോണില്ല. മുരളി ഗോപി എന്ന എഴുത്തുകാരന്റെ തൂലികയിൽ ഇനിയും ഒരുപാട് രചനകളുണ്ടാകും, ഒരുപാട് റൈറ്റിംഗ് ഉണ്ടാകും. അതേപോലെ തന്നെ ഗോകുലഗോപാല സാറായാലും പിന്നെ ആന്റണി പെരുമ്പാവൂരായാലും ഇവർക്കെല്ലാം മലയാള സിനിമയെ ഇനിയും ഉയരങ്ങൾ എത്തിക്കാൻ കഴിവുള്ളവരാണ്. അതാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് തുറന്നു കാണിച്ചിരിക്കുന്നത്. അതെ, നമ്മുടെ മലയാള സിനിമയെ വേൾഡ് ലെവലിൽ എത്തിക്കാനായിട്ട് ഈ ഒരു കൂട്ടായ്മയിലൂടെ നടന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന റൈറ്റർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ? കാരണം ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് സമൂഹത്തിൽ മുരളി എന്ന ഗോപി എന്ന റൈറ്റർ അദ്ദേഹത്തിന് തോന്നിയ എഴുതി വെച്ചു. അതായത് അത് ജനം കൈയടിച്ച് സ്വീകരിച്ചു. അതിന് പിന്നിലൊരു രാഷ്ട്രീയം കണ്ട ആൾക്കാർ അതിനെ എതിർത്തു. പക്ഷേ ഈ എനിക്കുള്ളൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചെറിയ ചെറിയ മീഡിയാസ് ഈ കുരുത്തക്കേടുകൾ പറയുന്നതല്ലാതെ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രേക്ഷകൻ പോലും മോശമാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് തികച്ചും വ്യത്യസ്തത. അതായത് ഒറ്റമുറിയിലിരുന്ന് ഒതുങ്ങിയിരുന്ന് സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ആസ്വദിക്കുന്ന സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് വിഷയങ്ങളല്ല. ഈ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ചാനലിൻ്റെ മുമ്പിലോ ചെറിയതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് അന്ധമായിട്ട് ചുമ്മാ വ്യക്തിഹത്യ നടത്തുന്നതിലൊന്നും അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. കുറേ റീച്ച് കിട്ടണ്ടാവും അവരുടെ ചാനൽ വിൽക്കാൻ വേണ്ടി കുറേ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്ന ഡീഗ്രേഡൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഡീഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് പടം അതിന്റെ മുടക്കി ആശ കിട്ടിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഡീഗ്രേഡ് അടിക്കുന്തോറും ഈ ഒരു പടം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ ഇനിയും കാണാനുള്ള ആഗ്രഹം തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഡീഗ്രേഡ് പടത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ രണ്ടാമത് കട്ട് ചെയ്തതുകൊണ്ട് ഒന്നുകൂടി ഗുണം